ഒരു നാളും നമ്മെ കൈവിടുകയില്ലെന്നും ഉപേക്ഷിക്കുകയില്ലെന്നും അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നമ്മുടെ ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടട്ടെ. ഒരുമിച്ച് ദൈവം നമുക്ക് ഈ ആഴ്ചയുടെ ആരംഭ ക്ലാസ്സായി ഇന്നത്തെ സന്ധ്യ ഈ പ്രത്യേക സമയം നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ, പ്രത്യേകിച്ച് ഇതുവരെ നമ്മോട് വചനം പങ്കുവെച്ചുകൊണ്ടിരുന്ന പ്രിയ എബ്രഹാം ജോസഫ് പാസ്റ്റർ, മറ്റെല്ലാ വിശുദ്ധന്മാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. ദൈവത്തിന്റെ ശക്തിയുള്ള വചനത്താൽ നമ്മെ ദിനം തോറും ദൈവം പരിപോഷിപ്പിച്ച് നടത്തുന്നതോർത്ത് സ്തോത്രം. ദൈവം പിന്നെയും നമുക്ക് ആവശ്യമായ ആത്മീയ ഭോജനം തന്ന് ശക്തി കൊണ്ട് നമ്മുടെ അരമുറുക്കി നമ്മുടെ വിരലുകൾക്ക് യുദ്ധാഭ്യാസം നൽകി താമ്രചാപങ്ങളെ കുലയ്ക്കത്തക്കതുപോലെ ശക്തരാക്കി ആത്മീയ പോർക്കളത്തിൽ നിർത്തുമാറാകട്ടെ. ശത്രുവിന്റെ സകല തീയമ്പുകളെയും കടുക്കുവാൻ തക്ക ശക്തിയുള്ളവരും സർവായുധമുള്ളവരുമാകുവാൻ ദൈവം പിന്നെയും നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്പം വൈകി എങ്കിലും നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കാം. ശനിയാഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്നും ഇല്ലെന്ന് കരുതട്ടോ. നമുക്ക് എന്നാൽ വീണ്ടും വെളിപ്പാട് 18-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നാം അതിൻ്റെ 1 മുതൽ ഏതാണ്ട് 20 വരെയുള്ള വാക്യങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൽ വിവിധ ആഡംബര വസ്തുക്കളുടെ വ്യാപാരം നടക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ മാനുഷദേഹവും മാനുഷ്യ പ്രാണനും വരെ ഉള്ളതും അതിൻ്റെ സാധ്യതയുള്ള അർത്ഥവുമൊക്കെ പഠിക്കുകയുണ്ടായി. മൂന്ന് കൂട്ടരുടെ വിലാപം നാം കണ്ടു. രാജാക്കന്മാരും ഭൂരാജാക്കന്മാരും ഭൂമിയിലെ വ്യാപാരികളും പിന്നെ സമുദ്ര സഞ്ചാരികൾ, കപ്പൽ യാത്രക്കാരല്ല, കപ്പൽ മാലുമികൾ, കപ്പൽ ഉടമസ്ഥന്മാർ തുടങ്ങി ഇങ്ങോട്ട് തൊഴിലാളികൾ വരെയുണ്ട്. ഇവരുടെയൊക്കെ വിലാപത്തിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളും നമ്മൾ പഠിച്ചു. ഒന്ന്, ഇവരുടെ ലാഭം പോയി പോകുന്നു. അവരുടെ വസ്തുക്കളൊക്കെ വിറ്റഴിയാൻ പറ്റിയ ഏറ്റവും വലിയ ലോക കമ്പോളമായിരുന്നു. ഒരുപക്ഷെ അവരുടെയൊക്കെ ഒത്തിരി കാശും അവിടെ ബിസിനസ് അല്ലേ, കിട്ടാനും കാണും. എല്ലാം പോയി. രണ്ടാമത്, ഈ പട്ടണത്തിലേക്ക് സുഖലോലുപതകൾക്ക് വേണ്ടി വരുമായിരുന്ന ആസ്വാദകരായ മനുഷ്യർ, സമ്പന്നന്മാരാണ്. അവർക്ക്
അവരുടെ വൈകാരിക ഇച്ഛാപരമായ കാര്യങ്ങളെ പൂർത്തീകരിക്കണം. അതിനുവേണ്ടി അവർ ഇവിടേക്ക് വരുമായിരുന്നു. ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങി അസാൻമാർഗിക ജീവിതത്തിന്റെ, വഴിവിട്ട ജീവിതത്തിന്റെ ഏറ്റവും താഴെത്തട്ട് വരെ. പക്ഷെ അന്നൊന്നും ഇതൊന്നും പാപമായിട്ട് അവർക്ക് തോന്നില്ല എന്ന് മാത്രം. ഇന്നും ഉണ്ടല്ലോ, ഒരിക്കൽ പാപമായിരുന്നത് ഇപ്പോൾ പാപമെന്ന് തോന്നുന്നില്ല. അതാണ് ഞാൻ അന്നും പറഞ്ഞത്, ശനിയാഴ്ചയും പറഞ്ഞത്. ഈ വികസനം എന്ന് പറയുമ്പോൾ, ആധുനികത എന്ന് പറയുമ്പോൾ സാൻമാർഗികത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. When people say of developments, modernism, then morality will be in decline. ഈയേറ്റം ലജ്ജിക്കേണ്ട വിഷയങ്ങളിൽ പോലും ലജ്ജ തോന്നാതിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടല്ലേ ഇന്നുപോലും ഉണ്ടല്ലോ ചില നഗരങ്ങളിലെ ചില പ്രത്യേക പ്രദേശങ്ങളുമൊക്കെ വിവസ്ത്രരായിട്ട് നടക്കാൻ പറ്റുന്നത്. ചില ബീച്ചുകളുണ്ട്, പൂർണ്ണ നഗ്നരായി മനുഷ്യർക്ക് നടക്കാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുള്ളതാ. ഇന്ന് പോലും ഉണ്ട്. അവർക്ക് ലജ്ജ എന്നൊരു സംഗതിയേ ഇല്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ആരുമായിട്ടും എപ്പോൾ വേണമെങ്കിലും പരസ്യമായി എന്തും ചെയ്യാം, ഒരു വിലക്കുകളുമില്ല. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന തിരുവചനം നമ്മുടെ കൺമുൻപിൽ നിവർത്തിക്കപ്പെടുന്നു. നമ്മുടെ കൺമുൻപിൽ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായി പൗലോസ് ശ്ലീഹ 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 6-ാം വാക്യമല്ലേ, അതോ 5-ആണോ? നോക്കിക്കാട്ടെ. 2 Timothy 3:5 or 6. അഞ്ചു വാരവും വായിച്ചു. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. എത്ര വാക്യമാ? 4 മലയാളം 5:5. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി മനുഷ്യർ മാറും. ഉപഭോഗ സംസ്കാരം, the people will become lovers of pleasures, no? Lovers of pleasures. Yes, Yes. Verse 4 in the English Bible. Pardon? It's verse 4 in the English. Okay. People will become lovers of pleasure, but they were ought to be lovers of God. ദൈവപ്രിയമാണ് വേണ്ടിയിരുന്നത്, പക്ഷേ അതില്ല. അവർക്ക് സുഖം മതി. ഇനി ദൈവം അവർക്ക് സുഖം കൊടുക്കുമെങ്കിൽ അവർക്ക് സുഖം കൊടുക്കുന്നതാണ് ദൈവം. Their God is what? Give them pleasure. If it is food, cloth, sex, lust, anything. അതാണ് അവരുടെ ദൈവം. അതിനോടുള്ള അഭിനിവേശമാണ് ആരാധന.
What gives them pleasure is their God. And their attachment, their love for that or them is their worship and their religion. ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് കൂടുതൽ സുഖം തരുന്നതിനോട് തോന്നുന്ന ഒരു അഭിനിവേശം, അതാണ് ആരാധന. ദൈവത്തോടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നതെങ്കിൽ അത് ദൈവാരാധന. മറ്റെന്തിനോടെങ്കിലുമാണെങ്കിൽ, മറ്റാരോടെങ്കിലുമാണെങ്കിൽ അത് നമ്മുടെ മതമായി, അത് നമ്മുടെ ഭക്തിയായി, അത് നമ്മുടെ ആരാധനയായിട്ട് തീരുകയാണ്. ഈ അന്ത്യകാലത്ത് വരുമ്പോൾ ഇതാണ് അവിടുത്തെ വിഷയം. അതിന്റെ തുടക്കം നമുക്കിന്ന് മുതൽ തന്നെ കാണാം. സ്തോത്രം. അതേപ്പറ്റിയായിരുന്നു ചില ആനുകാലിക വിഷയങ്ങളെയും കൂടെ എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അതാണ് നാം 20 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ വിലാപം, അതിൻ്റെ 17 തൊട്ട് 20 വരെ ഒന്നും കൂടെ വായിക്കാമല്ലോ. 17 to 20 പ്ലീസ്, വൺസ് അഗൈൻ. ഏത് മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവരും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ടു. മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. അപ്പോൾ മൂന്നാമത്തെ കൂട്ടരുടെ നിലവിളിയാണ് നാം ഇവിടെ കണ്ടത്. ഈ നിലവിളിക്ക് കാരണവും അവിടെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇപ്പോഴും ചിന്തിച്ചതാണ്. എന്താ? എല്ലാവർക്കും തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം. സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം. കച്ചവട ചരക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ കണ്ടു. വോൾട്ടർ സ്കോട്ട് എന്ന് പറയുന്നയാള് അവിടെയുള്ള ഈ വാണിജ്യ വസ്തുക്കളെ, അല്ലെങ്കിൽ ഈ 10-29 കമോഡിറ്റീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ അതുകൊണ്ട് 6-7 കൂട്ടമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അറിവിലേക്ക് ജസ്റ്റ് ഒന്ന് പറയാം. So this Walter Scott classified these goods into 7 categories. അതിൽ ഒന്നാമത്തേതാണ് വാല്യുബിൾസ് ആൻഡ് ഓർണമെന്റ്സ്, വിലയേറിയ ആഭരണ അല്ലെങ്കിൽ ആഭൂഷണ വസ്തുക്കൾ. അവിടെ പറയുന്നുണ്ടല്ലോ, ഗോൾഡ്, സിൽവർ, precious stones and pearls. അവിടെ നമ്മൾ കാണുന്നത് 11ാമത്തെ വാക്യത്തിലുണ്ട്, പൊന്ന്, വെള്ളി, രത്നം, മുത്ത്. ഇതെല്ലാം ആഭരണത്തിന്, ആഭൂഷണത്തിന് ഉപയോഗിക്കുന്നതാണ്. വാല്യുബിൾസ് ആൻഡ് ഓർണമെന്റ്സ്. രണ്ടാമത്തേത് കോസ്റ്റ്ലി ആരേ,
അതായത് വിലയേറിയ വസ്ത്രങ്ങളാണ്. കോസ്റ്റ്ലി array, fine linen, purple, silk and scarlet. അടുത്തതായിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടിഞ്ചുവപ്പ്, ഇതെല്ലാം വിലയേറിയ തുണിത്തരങ്ങളാണ്. തുണിത്തരങ്ങൾ. മൂന്നാമത്തേത് sumptuous furnitures. Sumptuous furnitures. വളരെ വിലയേറിയതായ ആഡംബര ഉപകരണങ്ങളാണ്. Vessels of most precious woods, ivory and metals. നമ്മവിടെ കാണുന്ന ആഡംബരപൂർണമായ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അവിടെ നാം കാണുന്നത് എന്താ? ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം. വേഴ്സ് 12, 12-ാം വാക്യത്തിൽ കാണുന്ന കുറെ സാധനങ്ങൾ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള വിലയേറിയ ഉപകരണങ്ങളായിട്ട് കാണാം. നാലാമത്തേതാണ് സ്പൈസസ് അല്ലെങ്കിൽ പെർഫ്യൂംസ്, റിച്ച് ഓർഡേഴ്സ്, സുഗന്ധദ്രവ്യങ്ങളാണ് അടുത്തത്. അതും തൊട്ടടുത്ത് കാണുന്നുണ്ട്. ലവംഗം, നമ്മള് ഗ്രാമ്പു അല്ലേ, അതാ ലവംഗം. ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരിക്കം, ഇതെല്ലാം സുഗന്ധദ്രവ്യങ്ങളാണ്, സ്പൈസസ്. പിന്നീടുള്ളത് എബണ്ടന്റ് ലിവിങ്, ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ്. സമൃദ്ധിയുടെ പ്രതീകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത്. എന്താ? വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ് എന്നിങ്ങനെയൊക്കെയുള്ള സാധനം. അടുത്തത് ട്രയംഫൽ പേജിയൽസ്, വിലയേറിയ ജയത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള മൃഗങ്ങൾ തുടങ്ങിയവ. കന്നുകാലി, ആട്, കുതിര, രഥം. അടുത്തത് വരുന്നത് ഇൻഫേമസ് ട്രാഫിക്കിംഗ്. ഇൻഫേമസ് ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്. വളരെ നിശിതമായ, ഹീനമായ, ഇന്നുപോലും രാഷ്ട്രീയ ലോകം പോലും അവജ്ഞയോടെ കാണുന്ന ഒരു സംഗതി. അതാണ് നാം കാണുന്നത് ഹ്യൂമൻ ബോഡീസ് ആൻഡ് സോൾസ്, മാനുഷദേഹവും മാനുഷപ്രാണനും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ചില മാസങ്ങൾക്ക് മുമ്പ് ചില ചെറുപ്പക്കാരെ റഷ്യയിൽ ഉയർന്ന ശമ്പളത്തിന് റിക്രൂട്ട് ചെയ്ത് മലയാളികൾ തന്നെ അയച്ചത് നമുക്കറിയാം. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ കൂലിപ്പട്ടാളത്തിൽ ആളെടുക്കുകയായിരുന്നു. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മാനുഷദേഹം, സ്ലേവ്സ്, അടിമകളായിട്ട് കൊണ്ടുപോകുന്നു. ഇന്നുമുണ്ട്, അന്ന് അത് കൂടുതലായിരിക്കുമെന്ന് മാത്രം.
ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് പല മെസ്സേജുകളും ഫോൺ കോളുകളും വീഡിയോ കോളുകൾ വരെ വരും. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ വിച്ഛേദിക്കാൻ പോകുന്നു, 2 മണിക്കൂറിനകം നിങ്ങളുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ആകും, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആകും, നിങ്ങൾ അയച്ച പാഴ്സൽ ഇന്നിടത്ത് മുടങ്ങിക്കിടക്കുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഹോം മിനിസ്ട്രിയിൽ നിന്നും അയച്ചതാണെന്നും പറഞ്ഞ ആൾക്കാർ വീട് തോറും കയറി ഇറങ്ങുന്നുണ്ട് പലയിടത്തും. അവരുടെ കയ്യിൽ സീലും ലെറ്റർ ഹെഡും ഒക്കെ ഉണ്ട്. നമ്മുടെ ഫോട്ടോ എടുക്കും, നമ്മുടെ മുഴുവൻ ഐഡന്റിറ്റി കാർഡുകൾ, നമ്പറുകൾ ഒക്കെ അവര് വാങ്ങും. പിച്ചെടുക്കാനും ഒന്നും വരുന്നവരല്ല, ഐക്കാർഡും ഒക്കെ തൂക്കിയിട്ട് വേണമെങ്കിൽ ഐക്കാർഡൊക്കെ നമ്മെ കാണിച്ച് ഒക്കെ വരുന്നവരാണ്. നമ്മുടെ ഹോം മിനിസ്ട്രിയിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും വരുന്നവരാണ്, അടുത്ത സെൻസസിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരാണ്. എല്ലാം ഫ്രോഡാണ്. അങ്ങനെയുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ വീട്ടിൽ കയറ്റിയേക്കരുത്. ഇനി വീട്ടിൽ കയറണമെന്ന് നിർബന്ധമാണെങ്കിൽ, ഇത് നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ ഭാഗമല്ല, വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഗമല്ല, ഇത് പറഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞ അങ്ങനെയെങ്ങാനും വല്ലതും വരികയാണെങ്കിൽ ലോക്കൽ പോലീസിനെ വിളിച്ചിട്ട് പോലീസുമായിട്ട് നിങ്ങൾ വന്നാൽ മതിയെന്നും പറഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്താൽ മതി, ഇവര് പൊക്കോളും, പിന്നെ വരത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മെ ഫോൺ വിളിച്ച് ചെയ്യുന്നവര് മിക്കവരും ഇവര് വിളിക്കുന്നത് കംബോഡിയ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ പത്രവാർത്തകളിൽ വന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളോട് മലയാളത്തിൽ സംസാരിക്കും, ആദ്യമൊക്കെ ഇംഗ്ലീഷിലും പറയും, പിന്നെ നമ്മൾ മലയാളികളാണെന്ന് ഇങ്ങോട്ടോ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് തന്നെ അവർ വിളിപ്പിച്ചേക്കുന്നത്. പിന്നെ അവർ അഭിനയിക്കുക, പിന്നെ മലയാളത്തിൽ സംസാരിക്കും. കംബോഡിയ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. കോൾ സെന്റർ പോലെയുള്ള പല സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ട് സിംഗപ്പൂരിലേക്കെന്നും മറ്റു പല സമ്പന്ന രാഷ്ട്രങ്ങളിലേക്കും ജോലിക്ക് വേണ്ടി യോഗ്യന്മാരായ, വിദ്യാഭ്യാസമുള്ള, ഭാഷ അറിയാവുന്നവരെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അയക്കും. പക്ഷേ ഇവർ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അടിമകളായിട്ടാണ്. അവിടെ കൊണ്ടുവച്ചെന്ന് പാർപ്പിച്ച് അവിടെ നിന്ന് ഇന്റർനാഷണൽ നമ്പറിൽ നിന്ന് ഇവിടെയൊക്കെ ഉള്ളവരെ ഫോൺ വിളിച്ച് പണം പിടുങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ. ഇതിൻ്റെയൊക്കെ കൂടെ പേരാണ് മാനുഷദേഹവും മാനുഷപ്രാണനും വിൽക്കാനുണ്ട്. സ്ലേവറി, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 7 വിഭാഗങ്ങളായിട്ട് നമുക്ക് ഈ വാണിജ്യ വസ്തുക്കളെ തിരിക്കുവാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ? ഒന്നുമില്ല. അങ്ങനെയുള്ള നഷ്ടങ്ങൾ നിമിത്തം വിലപിക്കുന്നവരുടെ വിലാപമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നിട്ടാണ് അടുത്തൊരു കൂട്ടർ ഈ പട്ടണത്തിന്റെ നാശത്തോട് 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് വിലാപമാണ്, മറ്റൊന്ന് സന്തോഷമാണ്. അതാണ് നാം 20ാമത്തെ വാക്യത്തിൽ വായിച്ചത്. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ,
ദൈവം അവളോട് നിങ്ങൾക്കു വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. മനുഷ്യരുടെ നാശം നിമിത്തമല്ല നമ്മൾ സന്തോഷിക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദൈവത്തിൻ്റെ നീതി നിമിത്തമാണ്. സ്തോത്രം. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണെന്നും നമ്മൾ കണ്ടു. അങ്ങനെയാണ് 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. 20 വരെയുള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഈ പട്ടണം ആര്, എന്ത്, നാശം എങ്ങനെ, ആരാണ് അവളെ ന്യായം വിധിക്കുന്നത്, കാരണങ്ങൾ എന്തെല്ലാമാണ്, അവളുടെ പാപങ്ങൾ എന്തെല്ലാമായിരുന്നു, അവ നിമിത്തം ദൈവത്തിൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന എന്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 20 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി. ഇതുവരെയുള്ളതിൽ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഇനിയും നമുക്ക് ചിന്തിപ്പാനുള്ളത്. 21 വാക്യം വായിച്ചാട്ടെ. 21. Then the mighty angel took up a stone like a great millstone and threw it into the sea, saying, So will Babylon, the great city, be thrown down with violence and will be found no more. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്യവും കൂടെ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മാനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നിവയും ബന്ധപ്പെട്ട് എഹെസ്കേൽ 27:13 കൂടെ വായിച്ചോളൂ. നമ്മൾ പറഞ്ഞതാണ്, വിവരണമൊന്നുമില്ല, റെഫറൻസ് മാത്രം തരുന്നതേ ഉള്ളൂ. എസെക്കിയേൽ 27:13. Javan, Tubal, and Meshach traded with you. They exchanged human beings and vessels of bronze for your merchandise. കണ്ടോ, മനുഷ്യരെ ഇവിടെ എന്താക്കി വെച്ചിരിക്കുക? മെർച്ചൻഡൈസ് ആക്കി. മറ്റു പലതിനും പകരം ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുക മനുഷ്യരെ. ഹ്യൂമൻ ബീയിങ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ആസ് മെർച്ചൻഡൈസ്. അപ്പം ഇത് നേരത്തെ തന്നെ പ്രവചിച്ച ഒരു ഭാഗമാണ്, ചരിത്രത്തിൻ്റെയും കൂടെ ഭാഗമാണ്. അതിൻ്റെയൊക്കെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ, വളരെ വർദ്ധിതമായ രീതിയിൽ അന്ത്യകാലത്ത്, ഇത് ക്രിസ്തുവിൻ്റെ സമയത്ത് പാപത്തിൻ്റെ പെരുപ്പത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നൊരു സൂചന കൂടെ തന്നേ ഉള്ളൂ. നമുക്ക് 21 വാക്യത്തിലേക്ക് വരാം. അവിടെ നമ്മൾ കാണുന്നത് ശക്തനായൊരു ദൂതൻ. അത് 18-1 വാക്യത്തിൽ കാണുന്ന ദൂതനാണോ എന്ന ഒരു സംശയമുണ്ട്. മറ്റൊരു ദൂതനെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ 18-1 പറഞ്ഞ ദൂതൻ തന്നെ ആകാം. ഇനി ദൂതൻ ഇതാരായാലും നമുക്ക് വിഷയമില്ല. ഏതായാലും ശക്തനായൊരു ദൂതൻ, തിരികല്ലോളം വലിപ്പമുള്ള ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്. ഒരു പ്രതീകാത്മകമായ ഉദ്ഘോഷണമാണ് ഇവിടെ നടക്കുന്നത്. എ സിംബോളിക് ഡിക്ലറേഷൻ, സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളയും, ഇനി അതിനെ കാണുകയില്ല. സംഭവിക്കുന്നതായിട്ട്
ഈ നഗരത്തിന്റെ നാശം സംഭവിക്കുന്നതായി യോഹന്നാൻ കണ്ടതാണ് 20 വരെ. 21 സംഭവിക്കുവാനിരിക്കുന്നതിനെ കുറിച്ച് ദൂതന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് 20 വരെയുള്ള വാക്യങ്ങളിൽ അവൾ നശിച്ചുപോയി, ദൈവം അവളെ ന്യായം വിധിച്ചു, അവൾ ഇനിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അത് സംഭവിച്ചു തീർന്നതായി ആ സപ്തന്യായവിധികളുടെ 7 കലശ ന്യായവിധികളുടെ പൂർത്തീകരണം നടക്കുന്നതായി യോഹന്നാൻ കണ്ടതാണ് 20 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അതേ വിഷയത്തെക്കുറിച്ച് പ്രവചനപരമായിട്ട് യോഹന്നാൻ കാണുന്ന കേൾക്കുന്ന വിവരണമാണ് 21. അതുകൊണ്ടാണത് ഭാവികാല പ്രയോഗത്തിൽ നടത്തിയിരിക്കുന്നത്. ദൂതൻ വന്ന് തിരികല്ല്, നമ്മുടെ ആട്ടുകല്ല് അല്ലെങ്കിൽ അരകല്ലെന്നൊക്കെ വെച്ചു, തിരിക്കുന്ന കല്ല് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയില്ലത്. ഒരു ഭാരമുള്ള വസ്തു എന്ന് വെച്ചു, അതെടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പറയുകയാണ്, ഇതുപോലെ ഈ മഹാനഗരമായ ബാബിലോണിനെ ദൈവം ഹേമത്തോടെ വളരെ ശക്തിയോടെ എന്ത് ചെയ്യും? എറിഞ്ഞുകളയും, ഇനി അത് കാണുകയില്ല. എന്ന് വെച്ചാൽ ഈ 20-ാമത്തെ വാക്യം വരെ പറഞ്ഞ കാര്യങ്ങൾ ഭാവിയിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഇവിടെ പറയുന്നു. അതാണ് 20-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം. 21-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം. യിരെമ്യാവ് 51-ന്റെ 59 മുതൽക്കൊന്ന് വായിച്ചു വിട്ടാറ്. ജെറമായ 51, 54 to 64 എല്ലാം വായിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേരെ. ബാബേലിൽ നിന്ന് നിലവിളിയും കൽദയ ദേശത്തു നിന്ന് മഹാനാശവും കേൾക്കുന്നു. യഹോവ ബാബേലിനെ നശിപ്പിച്ച് അതിൽ നിന്ന് മഹാഘോഷം ഇല്ലാതെയാക്കുന്നു. അവരുടെ തിരകൾ പെരുവെള്ളം പോലെ ഇരയ്ക്കുന്നു. അവരുടെ ആരവത്തിന്റെ മുഴക്കം കേൾക്കുന്നു. അതിന്റെ നേരെ, ബാബേലിന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു. അതിലെ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു. അവരുടെ വില്ല് എല്ലാം ഒടിഞ്ഞുപോയി. യഹോവ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു, അവൻ പകരം ചെയ്യും. ബാബിലോണിൽ അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ആഹ്ലാദങ്ങൾ, അതാണ് ആദ്യ ഭാഗം. പക്ഷേ അവയെ മുഴുവനും ദൈവം നശിപ്പിക്കുന്നതായ പ്രവചനമായി യിരെമ്യാവ് ഇവിടെ പറയുകയാണ്. യിരെമ്യാവ് ആദ്യ ഭാഗങ്ങളൊക്കെ ഈ ബാബിലോൺ യഹൂദയെ, ഇസ്രായേലിനെ, യെരുശലേമിനെ, യെരുശലേം ദേവാലയത്തെ തന്നെ നശിപ്പിക്കുന്നതായിട്ട് കാണും, പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ വന്നപ്പോൾ യിരെമ്യാവ് പറയുകയാണ്, ഈ ബാബിലോണിനെ ദൈവം ന്യായം വിധിക്കും. ഇതിന്റെയൊക്കെ അക്ഷരീകമായ പൂർത്തീകരണമാണ് നാം ഇവിടെ 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. 22-ാമത്തെ വാക്യം 22. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൊത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. ഇതെല്ലാം നമ്മളിപ്പം യിരെമ്യാവിൽ വായിച്ചതുപോലെ ബാബിലോണിലെ സന്തോഷ, ആഹ്ലാദ, ഉത്സവ പ്രതീതിയുടെ അവസ്ഥകളാണ്. പലതരം മ്യൂസിക്സ് ഇന്നും ഉണ്ടല്ലോ. ഈ വിധമായ അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണ്
മ്യൂസിക്കിന്റെ, സംഗീതത്തിന്റെ വശ്യതയും സംഗീതത്തിന്റെ വർദ്ധിതമായ ഉപയോഗവും ആവിഷ്കരണങ്ങളും പഴയകാല ഗാനങ്ങളുടെ മനോഹാരിതയോ സ്വാധീനമോ ഇന്നില്ല. ക്രൈസ്തവ ഗാനങ്ങളിൽ മാത്രമല്ല, സിനിമാ ഗാനങ്ങളിലും. ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാൻ എന്തോ അന്വേഷിച്ചു വന്നപ്പോൾ കേരളത്തിന്റെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസിന്റെ ഒരു ടിപ്പണി അദ്ദേഹം പറയുന്നതായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. നമ്മുടെയൊക്കെ പാട്ടുകൾക്ക് വന്ന മാറ്റങ്ങൾ, അതേക്കുറിച്ച് നമ്മളൊക്കെ പറയാറില്ലേ? അതുപോലെ അദ്ദേഹം പറയുകയാണ് ഇപ്പോഴത്തെ സിനിമകളിലെ പാട്ടിനെ കുറിച്ച്. നമുക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അതിശയം തോന്നി. ഇന്നത്തെയൊക്കെ പാട്ട് എന്തോ പാട്ടാണ്, വെറുതെ അവിടെ ഇവിടെയും എന്നൊക്കെ ഒന്ന് മൂളിയാൽ ഇന്നത്തെ പാട്ടായി, ഇതൊക്കെ ഏതാണ്ട് സംഗീതമാണോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നു. ഇതുപോലെ നമ്മുടെ ഇടയിലും ഇന്നത്തെ പാട്ടുകൾ പലതരത്തിലുള്ള മ്യൂസിക്സിന്റെ ശരിയല്ലാത്ത ഉപയോഗങ്ങൾ, സംഗീത നിശകൾ, ചിലയിടത്തൊക്കെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഗീത പരിപാടികളും ഡാൻസും കൂത്തുമൊക്കെയാണ്. ഇന്ന് ഞാൻ കേട്ടു, ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചില ദിവസങ്ങൾ ഡിസ്കോ ഡാൻസോ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. 2-3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, രാവും പകലും നീണ്ടു നിൽക്കുന്ന. പ്രീ വെഡിങ് ഷൂട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ കേട്ടൊരു കാര്യമായത്, കല്യാണം കഴിഞ്ഞിട്ട് കൂട്ടുകാരെയും അവരുടെ ആ ഒരു നിലവാരത്തിലുള്ളവരെയൊക്കെ കൂടെ വിളിച്ചു കൂട്ടി കാശിന്റെ കൊഴുപ്പനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യപരിപാടികളൊക്കെ നടത്തുന്നു. നമുക്കറിയാം പോപ്പും റോക്കും ഒക്കെ, അങ്ങനെ വേറെയും ഒത്തിരി ഉണ്ടല്ലോ. ഇതെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളുടെ അല്ലെങ്കിൽ അന്ത്യകാലത്തെ പാപങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നാം അത് കാണുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പലരും പാട്ട് പാടുന്നവരും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുമാണ്. ഈ വിധമായ പൈശാചിക വൃത്തത്തിൽ പെട്ടുപോകാതെ അവർ സൂക്ഷിക്കപ്പെടേണ്ടത് വളരെ അനിവാര്യമത്രേ. പലതരത്തിലുള്ള പാട്ടുകളുടെയും മറ്റും കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ ഹിൽ സോങ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൽ പെടുന്നതാണോ? അതിൽപ്പെടും. അതിൽ ചിലതൊക്കെ വേർഡിങ്സും ഒക്കെ വളരെ നല്ലതാ. ഹിൽ സോങ്ങിലെയൊക്കെ പല വേർഡിങ്സും ഒത്തിരി അർത്ഥമുള്ളതാ. പക്ഷെ അതിൻ്റെ ഒരു വശ്യത എന്ന് പറയുന്നത് മനുഷ്യനെ എന്താണ് പറയുന്നത്, ഒരു പ്രത്യേക ഇമോഷണൽ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വെറും ഒരു ഫീലിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എന്തോ ജഗുട്ടി ഞാൻ പറഞ്ഞേ? അല്ല, ഇപ്പൊ ചില നമ്മുടെ ക്രിസ്തീയ മ്യൂസിക്കിൽ തന്നെ നമ്മുടെ ഈ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഒക്കെ വെക്കുന്നവരൊക്കെ ഉണ്ട്. ധാരാളമുണ്ട്. അങ്ങനെയുള്ള കൂട്ടങ്ങളിലേക്കാണ് നമ്മുടെ യൗവനക്കാരും അധികവും എത്തിച്ചേരുന്നത്. അവരുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന പല വികാരങ്ങളെയും ഉണർത്താൻ പര്യാപ്തമായ മ്യൂസിക്കും ട്യൂണും വേർഡിങ്സും ഒക്കെയാണ്.
അവരുടെ മ്യൂസിക്കിൽ ചിലതൊക്കെ നമ്മുടെ ഇടയിലും പാടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവര് പാടുന്നതും നമ്മൾ പാടുന്നതും തമ്മിൽ, ഒരേ സംഗീത തന്നെ പാടുന്നതും തമ്മിലും വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ചില പ്രത്യേക വികാരങ്ങളെ ഉണർത്തുന്ന തരത്തിലാണ് പല പാട്ടുകളും, അതിന്റെ മ്യൂസിക്സും. അതിലാണ് നാം അധികം ശ്രദ്ധിക്കേണ്ടത് വേർഡിങ്സിനേക്കാൾ. വേർഡിങ്സ് ഒത്തിരി നല്ലതായ ഹിൽ സോങ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവിനെ ഉണർത്തി ദൈവത്തിങ്കലേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായ മറ്റൊരു വൈകാരിക തലത്തെ ഇക്കിളിയിട്ടുണർത്തുന്ന, ചിലതാണെങ്കിൽ നിരാശ പടർത്തുന്ന തരത്തിലുള്ള മ്യൂസിക്സാ ഉള്ളത്. അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ പറയാൻ അതിന്റെ സാങ്കേതിക ഭാഗം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതായിട്ട് നാം ഇവിടെ വായിക്കുകയാണ്. യിരെമ്യാവ് 25:10 കൂടെ നോക്കിക്കാട്ടെ. യിരെമ്യാവ് 25, 25:10 ജെറമായ. Moreover, I will banish from them the voice of mirth and the voice of gladness, the voice of the bridegroom and the voice of the bride, the grinding of the millstones and the light of the lamp. 23-ാം വാക്യത്തിലും നാം അതാ വായിക്കുന്നത്. 18:23 റെവലേഷൻ. യിരെമ്യാവ് 25:10. ഇവിടെ യോഹന്നാൻ വെളിപ്പാട് 18:23 എഴുതിയിരിക്കുന്നു. ഏതാണ്ട് അതേ വാക്യമാണെന്ന് തോന്നിപ്പോ. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല, വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. 22-ന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടു തിരികല്ലിന്റെ ഒച്ച, മിൽസ്റ്റോൺ, തിരികല്ലിന്റെ ഒച്ചന് നിന്നിൽ കേൾക്കൽ. ഇതെല്ലാം അവിടുത്തെ ആഹ്ലാദത്തിന്റെ അവസ്ഥകൾ ഇല്ലാതെയായിത്തീരുന്നു. എന്ന് വെച്ചാൽ ദൈവം ബാബിലോണിനെ ന്യായം വിധിച്ച് ഒന്നുമല്ലാതാക്കി തീർക്കുന്ന, എല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയാണ്. പ്രവാചകന്മാർ യിരെമ്യാവും യെശയ്യാവും യെഹെസ്കേലും ഒക്കെ ബാബിലോണിനെതിരെ പ്രവചിച്ചത് പൂർണ്ണമാകുന്നതായി യോഹന്നാൻ ഇവിടെ നമ്മോട് പറയുകയാണ്. വീണ്ടും അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, അവളുടെ പാപം, രക്തപാതകം, blood shedding of the saints is the very reason for all these utter destruction. ഇങ്ങനെ ദൈവം അവളെ ന്യായം വിധിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവളുടെ രക്തപാതകമാണ്. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അവൾ അകാരണമായി ചൊരിഞ്ഞ രക്തത്തിന് ദൈവം പ്രതികാരം ചോദിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ മാത്രമല്ല, പ്രവാചകന്മാരുടെ മാത്രമല്ല, പിന്നെ ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും. അവൾ ആരോടെല്ലാം അന്യായം ചെയ്തിട്ടുണ്ടോ? ദൈവമക്കളോട് മാത്രമല്ല, യഹൂദനോട് മാത്രമല്ല, ക്രിസ്ത്യാനികളോട് മാത്രമല്ല, അകാരണമായി അന്യായമായി അവൾ ആരെയെല്ലാം പീഡിപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി ദൈവം ഇവളോട് പ്രതികാരം നടത്തുന്നു. അതാണ് വാണിജ്യ ബാബിലോണിന്റെ പതനത്തെക്കുറിച്ച് വെളിപ്പാട് 18-ാമത്തെ അധ്യായത്തിൽ
യോഹന്നാൻ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന വെളിച്ചം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നും ഇല്ല എങ്കിൽ അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ദൈവം നീതിമാനാണ്, മുഖപക്ഷമില്ലാത്തവനാണ്. സ്തോത്രം. ആരെയും പാപം നിമിത്തം ന്യായം വിധിക്കുന്നവനും നീതിമാന്റെ നീതിക്ക് പകരം കൊടുക്കുന്നവനുമാണ്. സ്തോത്രം. നമുക്ക് വളരെ ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിപ്പാൻ, നമ്മുടെ കർത്താവിന്റെ വരവിനെ നോക്കിപ്പാർത്ത് ജീവിപ്പാൻ, പ്രത്യാശയെ പുതുക്കി വിശുദ്ധിയിൽ തികഞ്ഞവരായി തീരേണ്ടതിന് നമുക്ക് സമർപ്പിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.